നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്നു ഭൈരവതന്ത്രം. ഇത് വടക്കേപ്പാട്ട് എന്ന ബ്രാഹ്മണ കുടുംബം. വേദങ്ങൾ തൻ സാരാംശങ്ങൾ സാദരമായി ഗ്രഹിച്ചവർ ഹൃദ്യം വേദാർത്ഥങ്ങൾ മാനവ നന്മയ്ക്കായിട്ടെന്നും പരിപാലിച്ചവർ വേദാർത്ഥങ്ങൾ മാനവ നന്മയ്ക്കായിട്ടെന്നും പരിപാലിച്ചവർ. സൽഗുണസമ്പന്നരും സദാചാരികളും വേദാഗമ ശാസ്ത്ര പണ്ഡിതരുമാണ് വടക്കേപ്പാട്ട് മനക്കാർ. നാട്ടുകാർക്കും കുടിയാന്മാർക്കും കാണപ്പെട്ട ദൈവങ്ങൾ. ദയയും അനുകമ്പയും ആശ്രിത വാത്സല്യവും വടക്കേപ്പാട്ട് മനക്കാരുടെ ജന്മഗുണങ്ങളായിരുന്നു. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഋഗ്വേദ സൂക്തങ്ങളുടെ സത്തായ അർത്ഥങ്ങൾ ഗ്രഹിച്ചിരുന്നവർ മുറതെറ്റാതെ മഹാവിഷ്ണുവിനെയും സുദർശന ചക്രത്തെയും ആചരിച്ചു പോന്നിരുന്നു. അവിടുത്തെ കാരണവരാണ് ബ്രഹ്മരത്തൻ നമ്പൂതിരി. സമ്പൽ സമൃദ്ധിയോടെ സമാധാനത്തോടെ കഴിയുന്ന ഈ കുടുംബത്തെ നശിപ്പിക്കുവാൻ കത്തുന്ന വകയുടെ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരുവനുണ്ട്, ഭൈരവൻ. ആസുര ജന്മങ്ങളാചരിച്ചിടുന്ന ആഭിചാര കൊടുമൂർത്തിയാണിന്നവൻ. രുദ്രപ്രയോഗങ്ങൾ നിശ്ചയവും നിർദ്ദയം വിപ്രം നടത്തുന്ന നിഷേധിയാണവൻ. രുദ്രപ്രയോഗങ്ങൾ നിശ്ചയവും നിർദ്ദയം വിപ്രം നടത്തുന്ന നിഷേധിയാണവൻ. ഈ ഭൂമിയിലെ സകല ദുർദേവതകളെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്ന, അഥർവവേദത്തിന്റെ 5 സംഹിതകളും അഭ്യസിച്ചിരുന്ന, ദുർമന്ത്രവാദത്തിന്റെ ഏതൊരധ്യായവും മനഃപ്പാടമാക്കിയ ഭൈരവൻ. ജന്മം കൊണ്ട് ബ്രഹ്മത്വം ലഭിച്ചിരുന്നുവെങ്കിലും കർമ്മം കൊണ്ട് നികൃഷ്ടനായിരുന്ന അധർമ്മിയും ദുർമന്ത്രവാദിയുമായ ഭൈരവൻ. വടക്കേപ്പാട്ടുമനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഭൈരവന്റെ ലക്ഷ്യം. അതിനൊരു കാരണമുണ്ട്. വടക്കേപ്പാട്ട് ബ്രഹ്മരത്തൻ നമ്പൂതിരിക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു, സാവിത്രി. പാതി വിടർന്ന നയനങ്ങൾ, പവിഴം പോലുള്ള ധരങ്ങൾ, പാതി വിടർന്ന നയനങ്ങൾ, പവിഴം പോലുള്ള ധരങ്ങൾ, പനിനീർ പൊയ്കയിൽ നീരാടിയ പോൽ പരിമളമേകും പൂമേനി, പനിനീർ പൊയ്കയിൽ നീരാടിയ പോൽ പരിമളമേകും പൂമേനി. സുന്ദരിയായ ഈ സാവിത്രിയെ സ്വന്തമാക്കാൻ ഭൈരവൻ അതിയായി മോഹിച്ചിരുന്നു. പക്ഷേ ദുർമന്ത്രവാദവും ദുർനടത്തിയും ജീവിതചര്യയാക്കിയ ഭൈരവന് തന്റെ മകളെ നൽകാൻ ബ്രഹ്മരത്തൻ നമ്പൂതിരി തയ്യാറായില്ല. എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് വേളി കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ ബ്രഹ്മരത്തൻ നമ്പൂതിരിയോടും ആ ഇല്ലത്തോടുമുള്ള പക ഭൈരവന്റെ മനസ്സിൽ ഒരു കനലായി എരിഞ്ഞു തുടങ്ങി. ഒടുവിൽ വടക്കേപ്പാട്ടുമായി നശിപ്പിക്കുവാൻ ഭൈരവൻ ഒരു മാർഗം കണ്ടെത്തി. തനിക്കും തന്റെ ദുർദേവതകൾക്കും നേരിട്ട് പ്രവേശിക്കാൻ കഴിയാത്ത വടക്കേപ്പാട്ടുമനെ, അവിടെ താമസിക്കുന്നതും എന്നാൽ അവിടത്തേതല്ലാത്തതുമായ ഒരാളുടെ രൂപത്തിലേക്ക് കയറിപ്പറ്റാൻ കഴിയില്ല. അതിനുള്ള ഏക മാർഗം വടക്കേപ്പാട്ട കല്യാണിയാണ്, അവിടുത്തെ വേലക്കാരി കല്യാണി. പെട്ടെന്ന് തന്നെ ഭൈരവൻ തന്റെ മാന്ത്രിക അറയിൽ പ്രവേശിച്ചു. ഹോമകുണ്ഡത്തിൽ തീജ്വാലകൾ ഉയർത്തി എള്ളും പൂവും ദർഭയും കടലാടിയും കാട്ടരിക്കൻ പൂക്കളും യഥാവിധി ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിച്ചു. ഓം ക്രീം കരാളജല നിവാസിനെ ഭൂം പ്രകട പ്രകട ഭൂതലേ പ്രത്യക്ഷ ആകർഷയ സ്വാഹ സ്വാഹ. അടുത്ത ക്ഷണത്തിൽ ഹോമകുണ്ഡത്തിലെ കനൽക്കട്ടകളും ചാരക്കുരിയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നെറുകയിൽ ഇരട്ടക്കൊമ്പും നെറ്റിയിൽ ഒറ്റക്കണ്ണുമുള്ള ഒരു നികൃഷ്ടദേവി പ്രത്യക്ഷപ്പെട്ടു. ജലപിശാചേ, പാലാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന വടക്കേപ്പാട്ടുമനയിലെ കല്യാണി, അവളെ കൊലപ്പെടുത്തി എത്രയും പെട്ടെന്ന് എന്റെ സമക്ഷത്തിൽ കൊണ്ടുവരണം, എത്രയും പെട്ടെന്ന്. ഭൈരവന്റെ ആജ്ഞ ശിരസാവഹിച്ച ആ ജലപിശാച് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതൊന്നും അറിയാതെ പാലാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വടക്കേപ്പാട്ടുമനയിലെ കല്യാണി. പെട്ടെന്ന് ആറ്റിൽ ശക്തമായ ഒഴുക്കും വെള്ളപ്പൊക്കവും. ഒഴുക്കിൽപ്പെട്ട കല്യാണി കൈകാലുകളടിച്ച് നിലവിളിച്ചു. ഭൈരവന്റെ ആ ജലപ്പിശാച് കല്യാണിയെ ജലാശയത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ആ ശരീരം
ഭൈരവന്റെ സമക്ഷത്തിൽ തെളിച്ചു. കൊള്ളാം, ഏൽപ്പിച്ച ജോലി ഭംഗിയായി കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. നാം സന്തുഷ്ടനാണ്. പോയിക്കൊള്ളൻ. ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഭൈരവൻ ഒരു ചുവന്ന പട്ട് വിരിച്ച് അതിന്മേൽ കല്യാണിയുടെ ശവശരീരം എടുത്തു കിടത്തി. അതിന്മേൽ കുറെ തെറ്റിപ്പൂക്കൾ വാരിയിട്ടു. 18 പറയോളം തെറ്റിപ്പൂക്കളും 48 മുഴം ചുവന്ന പട്ടും 3 നാഴി നെയ്യുറുമ്പുകളും സംഭരിച്ച ഭൈരവൻ ഹോമകുണ്ഡത്തിന്റെ മുന്നിൽ നിന്ന് കരിമ്പനയക്ഷി ആവാഹിച്ചു. കരാളഹൃദി പ്രചണ്ഡമയീ ഗഹനചരി വിരോധിനി അപ്പട്ടെ വികൃതരൂപേ മഹാദണ്ഡേ മഹാദണ്ഡേ ഭയങ്കരി. കിളിയട്ടകളെപ്പോലെ വികൃതമായ അയാളുടെ ചുണ്ടുകളിൽ നിന്നും മാരണം, വിദ്വേഷം, ആകർഷണം, ഉച്ചാടനം, ബന്ധനം തുടങ്ങി അഥർവവേദ മന്ത്രങ്ങൾ യഥാക്രമം വിധിയാമണ്ണം അടർന്നു വീഴുന്നു. എത്തിപ്പൂക്കളും ചെമ്പട്ടും പൂർണ്ണമായും അയാൾ ഹോമിച്ചു കഴിഞ്ഞു. തന്റെ ശിരസിൽ നിന്നും 12 മുടിനാരികൾ പറിച്ചെടുത്ത് ഹോമകുണ്ഡത്തിലേക്ക് എറിഞ്ഞു. അറ്റകൈക്ക് പ്രയോഗിക്കാനായി കരുതി വെച്ചിരുന്ന നെയ്യുറുമ്പുകളെ മന്ത്രോച്ചാരണത്തോടുകൂടി ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിച്ചു. ആ ഹോമാഗ്നി ആളിപ്പടർന്നു. ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. കരിമ്പനയക്ഷി. അതിപൈശാചികമായ വികൃതമായ മുഖം, നീണ്ടു ചേർത്ത് കഴുകന്റെ ചുണ്ടുകൾ പോലെയുള്ള മൂക്ക്, ഊർത്തു വളഞ്ഞ താടി, താടിയറ്റം വരെ നീണ്ടുകിടക്കുന്ന രക്തമൊലിക്കുന്ന നാക്ക്, കനൽ പറക്കുന്ന കണ്ണുകൾ, സർപ്പങ്ങളെപ്പോലെ ഇഴഞ്ഞു കളിക്കുന്ന ചെമ്പിച്ച മുടി, ഊർത്തു നിൽക്കുന്ന ദംശകൾ. ഭൈരവൻ കരിമ്പനയക്ഷിയോടായി കൽപ്പിച്ചു, മടിച്ചു നിൽക്കാതെ ഈ ശവശരീരത്തിൽ പ്രവേശിക്ക്. വടക്കേപ്പാട്ട് മനയിൽ ചെന്ന് സർവവും നശിപ്പിക്കണം, സർവവും. ഭൈരവൻ ഒരു നുള്ള ഭസ്മം ജപിച്ചു. കരിമ്പനയക്ഷിയുടെ ശിരസിലേക്കിട്ടു. അവളൊരു കരിമ്പുക ചുരുളായി രൂപാന്തരപ്പെട്ടു. ഭൈരവൻ പരകായ പ്രവേശന മന്ത്രം ഉരുവിട്ടു. കരിമ്പുക ചുരുളായിരുന്ന കരിമ്പനയക്ഷി കല്യാണിയുടെ ശവശരീരത്തൊന്ന് വലം വെച്ചു. കല്യാണിയുടെ നാസാരന്ധ്രങ്ങളിലൂടെ അവളുടെ ശവശരീരത്തിലേക്ക് കരിമ്പനയക്ഷി പ്രവേശിച്ചു. ഉറക്കം എഴുന്നേൽക്കുന്നത് പോലെ കല്യാണി എഴുന്നേറ്റിരുന്നു. അത് കണ്ട് ഭൈരവൻ ആർത്തട്ടകത്തിൽ ഇനി വടക്കേപ്പാട്ട് മനയിൽ കഷ്ടപ്പാടിന് ദിനങ്ങളായിരിക്കും. നശിപ്പിക്കും, ഞാൻ നശിപ്പിക്കും. കരിമ്പനയക്ഷി അവിടെ നിന്നും അപ്രത്യക്ഷമായി. പാലാറ്റിൻ തീരത്തിൽ നിന്നും അണഞ്ഞൊരു തരുണീരത്നത്തിൽ ആവേശിച്ചൊരു യക്ഷി രൂപം ആഗതയായി ഇല്ലത്തിൽ. ആവേശിച്ചൊരു യക്ഷി രൂപം ആഗതയായി ഇല്ലത്തിൽ. കുളി കഴിഞ്ഞ് ഈറൻ തുണികളും തോളിലിട്ട് വടക്കേപ്പാട്ടുമനയിലെത്തിയ കല്യാണിയുടെ ആത്മാവ് കരിമ്പനയക്ഷിയുടേതാണെന്ന് ആർക്കും മനസ്സിലായില്ല. അർദ്ധരാത്രിയായപ്പോൾ വടക്കേപ്പാട്ടുമനയിൽ പിച്ചിപ്പൂക്കളുടെയും ചെമ്പകപ്പൂക്കളുടെയും ഹൃദയകാരിയായ നറുമണം നിറഞ്ഞു. കാലൻ കോഴികളുടെ പേടിപ്പെടുത്തുന്ന കൂക്കുവിളി, നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം. കല്യാണി ഉഗ്രരൂപിയായി, കരിമ്പനയക്ഷിയായി. അവളുടെ കണ്ണുകളിൽ നിന്നും തീജ്വാലകൾ ഉയർന്നു. കണ്ണിൽ കണ്ടതെല്ലാം അവൾ തല്ലിത്തകർത്തു. ചിത്രത്തൂണുകളും ചാരറാന്തലുകളും തല്ലിത്തകർത്ത് തരിപ്പണമാക്കി. ശബ്ദം ഞെട്ടിയുണർന്ന അന്തർജനങ്ങളും കുട്ടികളും കരിമ്പനയുടെ ഭീകരരൂപം കണ്ട് പേടിച്ചുച്ചത്തിൽ നിലവിളിച്ചു. കരിമ്പനയക്ഷി ആ മനയിൽ അഗ്നിതാണ്ഡവം നടത്തി. ആകാശത്ത് വെള്ളിടികളുടെ കാതടപ്പിക്കുന്ന ശബ്ദം. 8 കെട്ടു മനയുടെ പല ഭാഗങ്ങളും നീരാളിപ്പടർന്നു. ഉത്തരങ്ങളും കഴുക്കോലുകളും കത്തിക്കരിഞ്ഞു. കരിങ്കൂവളപ്പൂക്കളെപ്പോലെ നീലിമ നിറഞ്ഞ അവളുടെ കണ്ണുകൾ ദൂരതയുടെ പര്യായങ്ങളായി വൃത്താകൃതി കൊണ്ടു. അന്തർജനത്തിന്റെ കയ്യിൽ നിന്നും അവളുടെ കുഞ്ഞിനെ വലിച്ചെടുത്തു. അലർച്ചയോടെ അവൾ ആ കുഞ്ഞിന്റെ മാറിലേക്ക് തന്റെ വിരലിനേക്കാൾ നീളമുള്ള നഖങ്ങൾ കുത്തിയിറക്കി. ആ കുഞ്ഞ് ശരീരം പിളർന്നു. കുഞ്ഞിന്റെ ചെഞ്ചോര ആർത്തിയോടെ തടിച്ച നാക്ക് നീട്ടി അവൾ നക്കിക്കുടിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബ്രഹ്മരത്തൻ നമ്പൂതിരിയുടെ വേലി അവൾ കടന്നു പിടിച്ചു. അവരുടെ പിടലി ഞരമ്പിലേക്ക് അവരുടെ ദംശകൾ ആഴ്ന്നിറങ്ങി. ഇവിടെ കൂട്ടക്കരത്തിൽ ഉയർന്നു, ഉച്ചത്തിൽ നിലവിളിച്ചു. സുദർശന ചക്രത്തെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ബ്രഹ്മരത്തൻ നമ്പൂതിരി
നിലവിളിയും ബഹളവും കേട്ട് അവിടേക്ക് വന്ന് നോക്കുമ്പോ ഉടലുകൾ മുറിഞ്ഞും ചുടുചോര വാർന്നും തരുണി മണികൾ വിതുമ്പിക്കരഞ്ഞും ഒരു നരമേധഭൂമി പോലാകൃതം രുതിരഗന്ധം പേറി നിൽക്കുന്നു നിശ്ചലം. രുതിരഗന്ധം പേറി നിൽക്കുന്നു നിശ്ചലം. ബ്രഹ്മദത്തൻ നമ്പൂതിരി അടുക്കലേക്ക് കരിമ്പനേക്ഷി പാഞ്ഞെടുത്തു. ബ്രഹ്മദത്തൻ നമ്പൂതിരി വലം കൈയൊന്ന് ഉയർത്തി. നീ ആരാണ്? നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? നിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ഉദ്ദേശം നിന്റെ നാശം. എന്നെ അയച്ചത് ഭൈരവൻ നിന്നെ നശിപ്പിക്കാനായി, നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനായി ഭൈരവൻ അയച്ച കരിമ്പനയക്ഷിയാണ് ഞാൻ. മറുത്തൊന്നും പറയാതെ ബ്രഹ്മദത്തൻ നമ്പൂതിരി നിലവറയിൽ പ്രവേശിച്ചു. നിലവറയിൽ ചെന്ന് അണയാത്ത വിളക്കിന് അഭിമുഖീകരിച്ച് ചമ്രം പടിഞ്ഞിരുന്നു. സുദർശന ചക്രത്തിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ച് പൂജിച്ചു. പുറത്ത് പടിപ്പുരയിൽ ഭൈരവൻ ആനയച്ച കരിമ്പനയക്ഷിയുടെ അഗ്നിതാണ്ഡവം കാണുവാൻ, വടക്കേ പാട്ടുമനയുടെ നാശം കാണുവാനായി ഒട്ടിച്ചിരിച്ചുകൊണ്ട് ഭൈരവൻ. അപ്പോഴും ബ്രഹ്മദത്തൻ നമ്പൂതിരി നിലവറയിൽ നിന്ന് സുദർശന ചക്രത്തെ പൂജിക്കുകയായിരുന്നു. പെട്ടെന്ന് നിലവറയിൽ ഒരു പ്രകാശം, നിലവറയിൽ നിന്നും ഒരു സുദർശന ചക്രം പറന്നുയർന്നു. വടക്കേ പാട്ടുമനയുടെ 4 ഭാഗവും ആ സുദർശന ചക്രം ഒന്ന് വലം വെച്ചു. ശക്തിയായ കാറ്റും മഴയും ായിരുന്ന ഭൈരവന്റെ നേരെ ആ സുദർശന ചക്രം പാഞ്ഞെടുത്തു. സൂര്യതേജസ്സുള്ള ആ സുദർശന ചക്രം ഭൈരവന്റെ കഴുത്ത് ഛേദിച്ചു. ഭൈരവൻ നിലംപതി. അധർമ്മിയും ദുർമന്ത്രവാദിയുമായ ഭൈരവന്റെ ശിരസ്സന്റെ ശരീരം നിലത്ത് കിടന്ന് പിടയുന്നു. ഭൈരവൻ നശിച്ചതോടെ തന്റെ ശക്തി നഷ്ടപ്പെട്ട ഭൈരവനിൽ നിന്നും മോക്ഷം ലഭിച്ച കരിമ്പനയക്ഷി ഒരു കരിമ്പുക ചുരുളായി അവൾ അപ്രത്യക്ഷമായി. ആ സുദർശന ചക്രം വടക്കേ പാട്ടുമനയെ ഒന്നുകൂടി വലം വെച്ചു. ബ്രഹ്മദത്തൻ നമ്പൂതിരിയും കുടുംബാംഗങ്ങളും തൊഴുകൈകളോടെ നിന്നു. നന്ദി. കഥ പറയും